ദ ജേർണലിസ്റ്റിലേക്ക് വാക്ക് അത് പാലിക്കാനുള്ളതാണെന്ന് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ട് വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശൻ അഥവാ വി സതീശൻ എന്ന കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയിരിക്കുന്നു. അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര, അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. അധികാരത്തിലേറി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വി സതീശന്റെ നേതൃത്വത്തിലുള്ള ടീം UDF മന്ത്രിസഭ കേരളത്തിനൊരു വ്യക്തമായ സന്ദേശം നൽകിയിരിക്കുകയാണ്. ഇത് ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ കേരളത്തെ മാറ്റിമറിക്കാൻ പോകുന്ന കരുത്തുള്ള, കഴിവുള്ള, ആത്മവിശ്വാസമുള്ള ഒരു മന്ത്രിസഭയാണ് എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയങ്ങളിൽ നിങ്ങൾ ഓരോരുത്തർക്കും ടീം UDF നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി, മുഖ്യമന്ത്രി വി സതീശൻ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കപ്പെടും എന്ന ബോധ്യമാണ് വി സതീശന്റെ ആദ്യ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ കേരളത്തിന് ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം കേരളം ഏറ്റവും അധികം കേട്ട മുദ്രാവാക്യം കണ്ണേ കരളെ VDSA എന്നായിരുന്നു. ഒരു പതിറ്റാണ്ട് മുമ്പ് ഇതേ മുദ്രാവാക്യം കേരളത്തിൻ്റെ തെരുവുകളിൽ അലയടിച്ചിരുന്നു. അത് കേരളം കണ്ട ഏറ്റവും ജനപ്രിയനായ, ജനകീയനായ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദന് വേണ്ടി മുഴങ്ങിയതാണ്. പാർട്ടി VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചപ്പോൾ, മുഖ്യമന്ത്രിയാക്കാതിരുന്നപ്പോൾ കേരളത്തിൻ്റെ തെരുവുകളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം കണ്ണേ കരളെ VSA എന്ന് തന്നെയായിരുന്നു. സമാനമാണ് വി സതീശൻ്റെയും കാര്യം. ഇത്രയധികം ജനപ്രിയനായ, ജനകീയനായ ഒരു നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇരുന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം വി സതീശൻ അത്രയും ജനകീയനാണ്, ജനപ്രിയനാണ്. ഇന്ന് ഞാൻ ഏറ്റവും അധികം ചിന്തിച്ചൊരു കാര്യം, കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് നമ്മൾ കാണാത്ത കാഴ്ചകളും സംഭവിക്കാത്ത കാര്യങ്ങളും ഒക്കെയാണ് മണിക്കൂറുകൾ കൊണ്ട് കേരളത്തിനൊരു ബോധ്യമെന്ന നിലയിലേക്ക്, ഒരു തിരിച്ചറിവെന്ന നിലയിലേക്ക് വി സതീശൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് ചിരിക്കുന്ന, എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു മുഖ്യമന്ത്രി, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, സെൽഫി എടുക്കുന്ന മുഖ്യമന്ത്രി, ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് ഒരു പ്രത്യേക ആക്ഷനൊക്കെ കാണിച്ച്, മറ്റേ പ്രത്യേക ആക്ഷനല്ല, വളരെ ചിരിച്ചുകൊണ്ടുള്ള ഒരു ആക്ഷനൊക്കെ കാണിച്ച്, യുവാക്കൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സർക്കാർ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കും, ഞങ്ങൾ തിരിച്ചറിയും, നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയ വാക്കുകൾ ഞങ്ങൾ പാലിക്കും എന്നൊക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഇതൊരു ഒരു ജനകീയ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ഒരു ജനകീയ സർക്കാരിൻ്റെ തുടക്കമാണ് എന്ന് തന്നെ വ്യക്തമാക്കുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. നോക്കുക, വി സതീശൻ മുഖ്യമന്ത്രിയായ സമയത്ത് എന്തൊക്കെ ക്രൂരമായ കടന്നാക്രമണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ സൈബർ സ്പേസുകളിലും പൊതു ഇടങ്ങളിലും ഉണ്ടായത്. കേരളത്തിൽ UDF സർക്കാർ ഇത്രയും മൃഗീയ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമ്പോൾ അതിനെ അസഹിഷ്ണുതയോടെ നോക്കിക്കാണാനാണ് CPM-ഉം BJP-യും ശ്രമിച്ചത്. CPM പറഞ്ഞത് എന്താണ്? ഇനി അങ്ങോട്ട് ഈ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ പോകുന്നില്ല. അതായത് ഇന്ദിരാ ഗ്യാരണ്ടി, സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക്, അതുപോലെ ആശമാരുടെ വേതന വർധനവ് അടക്കമുള്ള വിഷയങ്ങൾ, ഇന്ദിരാ ഗ്യാരണ്ടിയായി നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ, ഇതൊന്നും പാലിക്കപ്പെടാൻ പോകുന്നില്ല. കാരണം UDF സർക്കാരുകൾ മുൻകാലങ്ങളിലൊക്കെ കേരളത്തിന് വലിയ ദുരിതം സമ്മാനിച്ചിട്ടുള്ളതാണ്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് കേരളം വികസനം എന്താണെന്ന് കണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ വി സർക്കാരിന്, പുതിയ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇത് ജനങ്ങൾക്ക് വലിയ ദ്രോഹമായി മാറുമെന്ന മട്ടിലായിരുന്നു CPM-ൻ്റെ അടിമ അന്തങ്ങൾ സൈബർ ഇടങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ മുന ഒറ്റയടിക്ക് അതിങ്ങനെ ഒടിച്ചു കളയാൻ വി സതീശൻ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിലൂടെ കഴിഞ്ഞു. അതായത് വികസന നായകനെന്നും കേരളത്തെ ഉണ്ടാക്കിയ ആളെന്ന നിലയിലുമൊക്കെ അടിമ അന്തങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന പിണറായി എന്ന ഒരു വലിയ വിഗ്രഹം ഒറ്റയടിക്ക് വാരിയെടുത്ത് അടിച്ച് നിലംപരിശാക്കാൻ വി സതീശൻ്റെ ആദ്യ വാർത്താ സമ്മേളനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. വി സതീശൻ്റെ വാർത്താ സമ്മേളനം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം ആ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വാർത്താ സമ്മേളനവും സത്യപ്രതിജ്ഞയും ഒക്കെ തത്സമയം ചാനലുകളുടെ യൂട്യൂബ് ചാനലുകളിലൂടെയൊക്കെ കണ്ടത്. അപ്പം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒന്ന് നോക്കുക, അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ആശാ വർക്കർമാരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിക്കുമെന്നാണ്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ ഒന്ന് നേരിട്ട് കാണാൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തിരുന്ന, കരഞ്ഞ് നിലവിളിച്ച് ദയനീയാവസ്ഥയുടെ അങ്ങേയറ്റത്തിൽ സമരം ചെയ്തിരുന്ന ആ ആശാ വർക്കർമാർ എത്ര തവണ കെഞ്ചി, എത്ര തവണ കാല് പിടിച്ചു, എന്തെങ്കിലും ഒന്ന് ചെയ്തു തരൂ എന്ന് എത്ര തവണ പറഞ്ഞു. അന്നൊക്കെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും പഞ്ചപുച്ഛത്തോടെ
ഞങ്ങളല്ല, കേന്ദ്രമാണ് ചെയ്യേണ്ടത്, അവരാണ് ചെയ്യേണ്ടത്, ഇവരാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സൈബർ ഇടങ്ങളിൽ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കി തള്ളുകയായിരുന്നു. പക്ഷെ ഇവിടെ നോക്കുക, ആർജവമുള്ള ഒരു മുഖ്യമന്ത്രി, സഹജീവികളോട് സ്നേഹമുള്ള ഒരു മുഖ്യമന്ത്രി, സാധാരണക്കാരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ജനകീയനായ ഒരു മുഖ്യമന്ത്രി അധികാരത്തിലേറിയ ഉടൻ തന്നെ ഏറ്റവും ആദ്യം പരിഹരിച്ചത്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ആശ്വാസം എത്തിച്ചത് ആ പാവപ്പെട്ട സ്ത്രീകൾക്കുള്ള വരുമാനത്തിൻ്റെ കാര്യത്തിലാണ്. വെറും 3000 രൂപ ഒരാൾക്ക് നൽകുന്നു. ഞാൻ വെറും 3000 രൂപ എന്ന് പറഞ്ഞത് ആ പണം തുച്ഛമാണ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഒരു 3000 രൂപ ഒരു ആശാ വർക്കർക്ക് കൂടുതലായി നൽകാൻ ധൂർത്തിൻ്റെ അങ്ങേയറ്റം വരെ പോയി നിന്നിരുന്ന പിണറായി സർക്കാരിന് വലിയ മടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത കാര്യം ആ പാവങ്ങൾക്ക് അവരുടെ ശമ്പളം കൂട്ടി നൽകുക, ഓണറേറിയം കൂട്ടി നൽകുക എന്നതായിരുന്നു. അതോടൊപ്പം കൃത്യമായ ധനകാര്യ മാനേജ്മെൻറ്റ് അറിയുന്ന 2 മാസ്റ്റർ ഡിഗ്രിയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. കേരളത്തിൽ ആദ്യമായിട്ടാണ് അത്രയും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം. അപ്പോൾ അധിക ചെലവ് കുറയ്ക്കുക, അതിലൂടെ സർക്കാരിൻ്റെ വരുമാന നഷ്ടം പിടിച്ചു നിർത്തുക, അതിലൂടെ നേടിയെടുക്കുന്ന ആ ലാഭമുണ്ടല്ലോ, അത് നഷ്ടം കുറയ്ക്കുമ്പോൾ വരുന്ന അധിക പണം, അതുൾപ്പെടെ കൃത്യമായി സാധാരണക്കാർക്ക് വേണ്ടി വിനിയോഗിക്കുക. ഇത് സാധാരണക്കാർ പലപ്പോഴും ചോദിച്ചിട്ടുള്ള കാര്യമാണ്. എന്തിനാണ് പിണറായി വിജയൻ പുതിയ കാർ വാങ്ങുന്നത്? അതുകൊണ്ട് പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ? എന്തിനാണ് ഇത്രയധികം പരിവാരങ്ങളുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുന്നത്? അത് പാവപ്പെട്ടവർക്ക് കൊടുത്തുകൂടെ? ഏറ്റവും കൂടുതൽ പിണറായി സർക്കാരിൻ്റെ ധൂർത്ത് നടന്നിട്ടുള്ള ഒരു മേഖല അത് PRD ആണ്, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏതാണ്ട് 15 കോടി രൂപയാണ് അവസാന സമയത്ത് അടിയന്തര പ്രാധാന്യത്തോടു കൂടി സർക്കാരിൻ്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ ഡെയിലി ഹണ്ട്, ഫേസ്ബുക്ക് എന്നൊക്കെ പറയുന്ന പ്ലാറ്റ്ഫോമുകൾക്ക് സർക്കാർ അങ്ങോട്ട് കൊടുത്തത്. അതിൻ്റെ രേഖ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കോടി രൂപയൊക്കെ അവസാന സമയത്ത് സ്വന്തം നേട്ടങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുത്ത ഈ പറയുന്ന പിണറായി സർക്കാർ വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ ആശാ വർക്കർമാരുടെ പ്രശ്നം വളരെ എളുപ്പത്തിൽ പരിഹരിക്കാമായിരുന്നു. കോടികളൊന്നും വേണ്ടെന്നേ, ലക്ഷങ്ങൾ മതി ഈ പാവങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ. അത് കൃത്യമായി അറിയാവുന്നയാളാണ് വി ഡി സതീശൻ. അതുകൊണ്ടാണ് പുതിയ വാഹനങ്ങൾ നിരത്തിലിറക്കാതെ, അത്യാഡംബരപൂർവ്വം സ്വന്തം വീടുകളും മന്ത്രിമാരുടെ വീടുകളും മോടി പിടിപ്പിക്കാതെ, സ്റ്റാഫുകളുടെ എണ്ണം പരമാവധി ചുരുക്കിക്കൊണ്ട് കൃത്യമായ ധനകാര്യ മാനേജ്മെൻറ്റ് നടപ്പാക്കി, ധൂർത്തില്ലാതെ, വലിയ തോതിൽ അത്യാഡംബരങ്ങളില്ലാതെ എല്ലാവരും ചെലവ് ചുരുക്കി സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സാധാരണക്കാർക്ക് വേണ്ടി ഈ അധിക ചെലവുകൾക്ക് വേണ്ടി വരുന്ന പണം അത് വിനിയോഗിക്കുക എന്നുള്ള ഏറ്റവും ധാർമ്മികമായ മാന്യമായ കാര്യമാണ് വി ഡി സതീശൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയൊരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായത് മലയാളികളുടെ ഭാഗ്യമാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊരു സർക്കാർ അധികാരത്തിൽ വരികയും വന്ന ഉടനെ വാക്ക് പാലിക്കാൻ തയ്യാറാവുകയും ചെയ്തു എന്നുള്ളത് മലയാളികളുടെ ഭാഗ്യമാണ്, കേരളത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഒരു സംശയവും വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം പറഞ്ഞ വാക്കുകൾ ഓരോന്നായി പാലിക്കപ്പെടുന്നു. നോക്കുക, ആശാ വർക്കർമാരുടെ വേതനം 3000 രൂപ വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ അത് ആദ്യഘട്ടം മാത്രമാണ്, ഇനി അതിന്മേൽ പഠനങ്ങൾ നടത്തും, റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം അംഗനവാടി ജീവനക്കാരുടെയും പാചക തൊഴിലാളികളുടെയും വേതനം 1000 രൂപ കൂട്ടി. അത് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറയുന്നുണ്ട്. ചെറിയൊരു സംഖ്യയാണ്, പക്ഷെ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നു. ഇനിയും അതിന്മേൽ റിവിഷനുകൾ ഉണ്ടാകും. അതായത് ഇനിയും ഇതേക്കുറിച്ച് പഠിക്കും, കൂടുതൽ പണം നൽകണമെങ്കിൽ നൽകും. അതാണ് പാവപ്പെട്ടവർ, സാധാരണക്കാരായ മനുഷ്യർ, അവർക്ക് മെച്ചമുണ്ടാകണം, അവർ കുറെ കൂടി ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് പോകണം. ഈ തീപിടിച്ച വിലയുള്ള ഈ കാലത്ത്, അതായത് അവശ്യ സാധനങ്ങൾക്കുൾപ്പെടെ ഇത്രയധികം വിലക്കയറ്റം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അടിസ്ഥാന ജനവിഭാഗങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, അവരെത്രത്തോളം കഷ്ടപ്പെടുന്നു എന്ന് അവരുടെ മനസ്സ് വായിച്ചറിയുന്ന നിലയിൽ പ്രതികരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അതാണ് വി ഡി സതീശൻ്റെ ഏറ്റവും മികച്ച ക്വാളിറ്റി എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ മലയാളികളെ നിങ്ങൾ എഴുതി വെച്ചോളൂ. ഓരോ സാധാരണക്കാരനും തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ മുഖ്യമന്ത്രി തങ്ങൾക്കരികിൽ ഉണ്ടാകും, തങ്ങളുടെ വിളിപ്പുറത്തുണ്ടാകുമെന്ന് ആത്മവിശ്വാസത്തോടെ, വലിയ ആശ്വാസത്തോടെ കരുതാൻ കഴിയും, ഉറച്ചു വിശ്വസിക്കാൻ കഴിയും എന്നുകൂടി പറയേണ്ടി വരും. എന്ന് മാത്രമല്ല, ജൂൺ 15 മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ചിരിക്കുന്നു. മഹിളാ മോർച്ചക്കാരുടെയൊക്കെ അട്ടപ്പിളക്കുന്ന പ്രഖ്യാപനം. BJPയും CPMും ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വി ഡി സതീശനെ അങ്ങോട്ട് ആക്രമിക്കണം. അവർ പറഞ്ഞു മുസ്ലിം ലീഗ് ഭരിക്കും, ജമാഅത്ത് ഇസ്ലാമി ഭരിക്കും, മുസ്ലിം ഭരണം ഉണ്ടാകും. ജനം TV യൊക്കെ ഈ ഭരണം വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞ കാലം തൊട്ട് നാഴേക്ക് 40 വട്ടം ചർച്ചയാണ്. ജമാഅത്ത് ഇസ്ലാമി ഭരിക്കും, മുസ്ലിങ്ങൾ ഭരിക്കും, മുസ്ലിം ലീഗ് ഭരിക്കും, നിങ്ങൾ സൂക്ഷിച്ചോ, ഇവിടെ അതാകും ഇതാകും. ഒരൊറ്റ മനുഷ്യൻ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം വി ഡി സതീശൻ്റെ കരിസ്മയ്ക്ക് മുന്നിൽ, വി ഡി സതീശൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ ഊന്നിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന വിശ്വാസത്തിന് മുന്നിൽ ഈ പറയുന്ന ദുഷ്പ്രചാരകരുടെ മുഴുവൻ പ്രചാരവേലകളും പൊളിഞ്ഞടുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
വർഗീയതയും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ വർഗീയ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് വി.ഡി. സതീശൻ്റെ 7 അയലത്തേക്ക് എത്താൻ കഴിയില്ല എന്ന്, അല്ലെങ്കിൽ ജനങ്ങളെ അത് പറഞ്ഞ് വി.ഡി. സതീശനെതിരെ തിരിക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസവും ഇപ്പോൾ ഈ പറയുന്ന വർഗീയവാദികൾക്കില്ല. കാരണം അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വി.ഡി. സതീശൻ മുന്നോട്ട് പോവുകയാണ്. കാരണം മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ദിവസം വി.ഡി. സതീശനോട് ചോദിച്ചിരുന്നു, ഇങ്ങനെ ഈ മുസ്ലിം മന്ത്രി അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഭരിക്കുന്നു എന്ന നിലയിലൊക്കെ വലിയ പ്രചാരണങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി സതീശൻ പറഞ്ഞു, ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നത് കർണാടകയിലെ പോലെ വിദ്വേഷ പ്രചാരണങ്ങൾ, വർഗീയ പ്രചാരണങ്ങൾ നടത്തുന്നവരെ നിയമത്തിൻ്റെ വഴിയിലൂടെ ശിക്ഷിക്കാനുള്ള കൃത്യമായ നിയമനിർമ്മാണം പോലും കേരളത്തിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ കൈകാര്യം ചെയ്യുമെന്നുള്ള കൃത്യമായ ബോധ്യം വി.ഡി. സതീശനുണ്ട് എന്ന് മാത്രമല്ല, വി.ഡി. സതീശൻ ജനക്ഷേമത്തിലൂന്നിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു, അതിന് വലിയ സ്വീകാര്യത കിട്ടുന്നു, കയ്യടി കിട്ടുന്നു എന്ന് വരുമ്പോൾ ഈ വർഗീയത പറഞ്ഞുള്ള കടന്നാക്രമണങ്ങളൊക്കെ വെറും പട്ടികളുടെ കുരകളായി മാറുകയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. എന്തായാലും അതോടൊപ്പം CPM-ന് വേണ്ടി വിടുപണി ചെയ്യുന്ന കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ച ഈ പറയുന്ന പോലീസുകാർക്കും 8ൻ്റെ പണി വരുന്നുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് മുമ്പ് ഗൺമാനെ തല്ലിച്ചതച്ച, ഇപ്പോഴത്തെ ആലപ്പുഴ MLA ആയിട്ടുള്ള AD തോമസിനെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അന്നത്തെ ഗൺമാന്മാരെ, ആ സംഭവം, ആ ആക്രമണം രക്ഷാപ്രവർത്തനമെന്ന് പാർട്ടി CPM പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം, അതേക്കുറിച്ച് പുനരന്വേഷണം നടത്തും എന്ന് വി.ഡി. സതീശൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട്. അതിൽ പുനരന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടിട്ട് പോലും പിണറായി സർക്കാർ അത് തടഞ്ഞു വയ്ക്കുകയായിരുന്നു, അല്ലെങ്കിൽ അത് മന്ദഗതിയിലാക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ കൃത്യമായി അതിൽ പുനരന്വേഷണം നടക്കും, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കും എന്ന് കൃത്യമായി തന്നെ വി.ഡി. സതീശൻ പറയുമ്പോൾ ഉറപ്പാണ് അത് വലിയ തോതിൽ അന്ന് അവരെ തല്ലിച്ചതച്ചവർക്കുള്ള, യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചതിന് രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിച്ചവർക്കൊക്കെ 8ൻ്റെ പണി തിരിച്ചു കിട്ടും എന്നുള്ളത് തന്നെയാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും പിണറായി വിജയൻ കേരളത്തിൻ്റെ അവസാന വാക്ക്, വികസന നായകൻ, ജനക്ഷേമ ഹീറോ എന്ന മട്ടിൽ സാധാരണക്കാരുടെ കണ്ണീരൊപ്പുന്നയാൾ, ഒരു ഭരണാധികാരി എന്ന നിലയിലൊക്കെ CPM-ൻ്റെ PR ടീമും അല്ലെങ്കിൽ ഈ സൈബർ സഖാക്കളുമൊക്കെ ഊതി വീർപ്പിച്ച പിണറായി വിജയൻ എന്നൊരു വലിയ ബിംബത്തിൻ്റെ കഥ സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ വി.ഡി. സതീശൻ പൊട്ടിച്ച് കയ്യിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പിണറായി എന്ന് പറയുന്ന ഒരു വലിയ അതിന്മേൽ ചുറ്റിപ്പറ്റി ഉണ്ടാക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ജനകീയ ബിംബം എന്നൊരു വലിയ കഥ അത് കഴിഞ്ഞിരിക്കുന്നു. ഇനി വി.ഡി. സതീശൻ എന്ന ജനകീയനായ മുഖ്യമന്ത്രിയുടെ കഥ തുടങ്ങുകയാണ്. അത്യത്ഭുതങ്ങൾ എന്ന് പറയാവുന്ന വിധത്തിൽ, അതായത് മുൻ പിണറായി സർക്കാരുകളിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള, ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ ഉള്ള ഒരു മുഖ്യമന്ത്രി, ചിരിക്കുന്ന മുഖ്യമന്ത്രി, സെൽഫി എടുക്കുന്ന മുഖ്യമന്ത്രി, യുവാക്കൾക്ക് വേണ്ടി മോഡിഫിക്കേഷൻ അടക്കം അംഗീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ആശാ വർക്കർമാരുടെ അടക്കമുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ആദ്യ പരിഗണന കൊടുത്തുകൊണ്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന ബിംബത്തെ കടത്തിവെട്ടുന്ന വിധത്തിൽ ജനകീയനാകും, ജനങ്ങളുടെ ഇടയിൽ ആഴത്തിൽ വേരൂന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകും. എളിമയുടെയും ലാളിത്യത്തിൻ്റെയും കൊടിയടയാളമായി ജനങ്ങൾ ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിച്ച ഒരു മുഖ്യമന്ത്രി, ഒരു ജനകീയനായ, ഞങ്ങൾക്കിങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ വേണം എന്ന് കരുതിയിരുന്ന ജനങ്ങൾക്ക് കൃത്യമായി അത്തരമൊരു മുഖ്യമന്ത്രിയെ ലഭിച്ചിരിക്കുന്നുവെന്ന് കേരളം ഒന്നടങ്കം പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് വി.ഡി. സതീശൻ്റെ നീക്കം. അത് ആദ്യഘട്ടം വിജയമായിരിക്കുന്നു എന്ന് കൃത്യമായി തന്നെ പറയാൻ കഴിയും.